വനിതകൾ കടന്നു വരികയെന്നത് ഇന്നും നമുക്കിടയിൽ അത്ര സാധാരണമായ ഒന്നല്ല. ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് പഠനത്തിന് ശേഷം ബ്ലോഗിംഗ് രംഗത്ത് സജീവമാവുകയും പിന്നീട് പാചക പുസ്തക പ്രസാധക രംഗത്തേക്കും അനുബന്ധ ബിസിനസ് മേഖലകളിലേക്കും കടന്നുവന്ന ഒരു വനിതയെ നമുക്കിനി പരിചയപ്പെടാം. ഫുഡ് ബ്ലോഗറായി തുടരുകയും ഓൺലൈനിലൂടെ പുസ്തക വിൽപ്പന നടത്തുകയും ചെയ്യുന്ന മൂന്നാറിൽ നിന്നുള്ള നിമി സുനിൽകുമാറാണ് ധനം ബിസിനസ് വോയിസിനോട് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. എൻ്റെ പാഷൻ ശരിക്കും കുക്കിംഗ് തന്നെയായിരുന്നു. ചിലപ്പോൾ അതായിരിക്കാം എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. കൊച്ചിലെ തൊട്ടിട്ട് ഒത്തിരി താല്പര്യമുള്ളൊരു സംഭവമായിരുന്നു കുക്കിംഗ്. ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പാരൻസ് പഠിക്കുക ആ സമയത്ത് പ്രൊഫഷണലായിട്ട് എന്തെങ്കിലും ഒരു ഇത് ലൈൻ വേണം എന്ന് വെച്ചിട്ട് ആ സൈഡിലേക്ക് നീങ്ങിയതാണ്. അങ്ങനെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുക്കുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവരുടെ ഫാമിലി ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കുക്കിങ്ങിനോടായാലും എല്ലാ കാര്യത്തിലും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനായിരുന്നു. ഏത് ഒരു ഡിഷ് ഏത് വീട്ടിലായാലും എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ട്രൈ ചെയ്ത് നോക്കാനുള്ളൊരു ആഗ്രഹവും കൂടിയുണ്ട് എനിക്ക്. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് തന്നെ. അങ്ങനെ ഒരു 2009-2010 സമയത്താണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ബുക്ക് ഇറക്കുന്നത്. അത് ലിപ്സ് മേക്കിംഗ് ഡിഷസ് ഓഫ് കേരള എന്നായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ ആയിരുന്നു. അത് നമ്മുടെ തനി നാടൻ വിഭവങ്ങളാണ് കേരളത്തിൽ. അത് ഇതിൻ്റെ ഹോട്ടലുകാർ ഇംപ്രൊവൈസ് ചെയ്തൊരു വെർഷനല്ല ഞാൻ കൊടുത്തിരുന്നത്. നമ്മൾ ശരിക്കും അമ്മൂമ്മമാരായിട്ട് കൈമാറിയ പല റെസിപ്പീസ് ഉണ്ട്. നമ്മളത് കുറേ മുക്ക് മറന്നു പോയിരിക്കുന്നത്. അതിൽ ഒന്ന് റിവൈവ് ചെയ്യാനുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ഞാനത് ഇറക്കിയത്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടി ആദ്യത്തേത് ഇറക്കിയപ്പോൾ. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് എഡിഷനായിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. 1 month ആയിട്ടുള്ളൂ അതിൻ്റെ സെക്കൻഡ് എഡിഷനായിട്ട്. ഇപ്പോൾ ഇതിന്റെ ബിസിനസ് വശത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ധനം ബിസിനസ് വോയിസിന്റെ ശ്രോതാക്കൾ ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ നിക്ഷേപം നടത്തിയത്? എങ്ങനെയാണ് ഇതിന്റെ വിപണനവും അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള റിട്ടേണും? എൻ്റെ മാർക്കറ്റിംഗ് മെയിനായിട്ട് ഓൺലൈനിലാണ് എനിക്ക് കൂടുതൽ ബുക്സ് സെയിലാവുന്നത്. ഞാൻ ഫുഡ് ബ്ലോഗറാണ്. എൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കൂടെ എനിക്ക് കുറേ എൻക്വയറീസ് വരാറുണ്ട് ബുക്സിന്. അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഞാൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട് ഫോറിനേഴ്സിന്. അത് ട്രഡീഷണൽ കേരള കുക്കിങ്ങിന്. അതിനിപ്പോൾ എനിക്ക് ട്രിപ്പ് അഡ്വൈസറിൽ റാങ്കിങ് പൊസിഷനിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇതും എൻ്റെ ക്ലാസ്സസും ശരിക്കും പറഞ്ഞാൽ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബുക്സിനും അതുമാതിരി എൻ്റെ ബ്ലോഗും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബുക്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ എന്താ പറയുക, എൻ്റെ തന്നെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് പരമ്പരാഗത വിപണന രീതി മാറ്റി പുതിയൊരു വിപണന തന്ത്രം പരീക്ഷിക്കുകയാണ് ചെയ്തതെന്ന് പറയാമോ? അങ്ങനെയും പറയാം. പിന്നെ കൂടുതലും ഇപ്പോൾ ഒരാൾ ബുക്ക് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അത് നോക്കിക്കഴിഞ്ഞ് വല്ലതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. ഞാൻ കഴിവതും എൻ്റെ ബുക്ക് വാങ്ങിച്ച കസ്റ്റമേഴ്സായിട്ട് ഞാൻ കോൺടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ട്. അത് ഫോറിനേഴ്സ് ആയാലും ശരി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരായാലും ശരി, അവരുടെ ഫീഡ്ബാക്സ് എടുക്കാറുമുണ്ട്. അതുമാതിരി ബ്ലോഗിൽ ഇപ്പോൾ ഒരാൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി, അതിലെന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് അവർ തന്നു എന്ന് വെച്ചോ, ആ ഫീഡ്ബാക്ക് ബേസ് ചെയ്തിട്ടാണ് ബാക്കി എൻ്റെ ബുക്കിൻ്റെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എൻ്റെ ഫുഡ് ബ്ലോഗ് നിമീസ് കൾനറി വെഞ്ചേഴ്സ് എന്നാണ് പേര്. വെബ്സൈറ്റ് ID www.nimisrecipes.com. അതായത് NIMISRECIPES.com. ആരാണ് ഈ പുസ്തകങ്ങൾ കൂടുതലായി വാങ്ങുന്നത്? എനിക്ക് കൂടുതലും കസ്റ്റമേഴ്സ് കേരളത്തിലുള്ള ആൾക്കാർ കുറവാണ്. എൻ്റെ ബുക്ക് ഇംഗ്ലീഷിലാണ്. എൻ്റെ ബുക്കിൻ്റെ മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. പക്ഷേ കസ്റ്റമേഴ്സ് കൂടുതലും ഫോറിനേഴ്സും അതോ നോർത്ത് ഇന്ത്യൻസോ അല്ല കേരളം വിട്ടിട്ടുള്ള ബാക്കി സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരും ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്യാറുണ്ട്. ഫോറിനേഴ്സാണ് മെയിനായിട്ട് കൂടുതലായിട്ട് എടുക്കുന്നത് ബുക്സ്. ഫുഡ് ബ്ലോഗറും വനിതാ സംരംഭകയുമായ നിമി സുനിൽകുമാറാണ് ഇതുവരെ ധനം ബിസിനസ് വോയിസിനോട് സംസാരിച്ചത്. ഫുഡ് ബ്ലോഗറായി തുടരുകയും ഓൺലൈനിലൂടെ പുസ്തക വിൽപ്പന നടത്തുകയും ചെയ്യുന്ന മൂന്നാറിൽ നിന്നുള്ള നിമി സുനിൽകുമാറാണ് ധനം ബിസിനസ് വോയിസിനോട് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഒരു വനിതാ സംരംഭക എന്ന നിലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പാഷനായിട്ട് തുടങ്ങി. ഞാൻ ഇതിനു മുന്നേ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഫ്രീലാൻസ് റൈറ്ററായിട്ട് ചെയ്തിരുന്നു. ഫ്രീലാൻസ് റൈറ്ററായിരുന്നു വിമൻസ് എറ ലൈഫ് എന്ന് പറഞ്ഞ മാഗസീനിൽ. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ മോൻ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക്
എൻ്റെ ആദ്യത്തെ ബുക്ക് ഇറക്കുന്നത്. കാരണം അതുവരെ കുറച്ച് ബുദ്ധിമുട്ട്, കുട്ടികൾ ചെറുതാണ്, അങ്ങനെയൊക്കെ കുറച്ച് പ്രോബ്ലംസ്. പിന്നെ സമയം കണ്ടെത്തലാണ് മെയിൻ സംഭവം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് അത്രയും തീവ്രമായിട്ടുള്ള ഒരു പാഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെയായാലും സമയം നിങ്ങൾക്ക് കണ്ടെത്താം എന്നാണ്. ഫുഡ് ബ്ലോഗറും വനിതാ സംരംഭകയുമായ നിമി സുനിൽകുമാറാണ് ഇതുവരെ ധനം ബിസിനസ് വോയിസിനോട് സംസാരിച്ചത്.